നമസ്തേ. ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നവകേരള യാത്ര എന്ന റോഡ് മൂവിയുടെ പ്രദർശനം ഒടുവിൽ തലസ്ഥാനത്തെത്തി. എല്ലാ റോഡ് മൂവിയിലും എന്ന പോലെ ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകി തന്നെയാണ് നവകേരള യാത്രയും സഞ്ചരിച്ചത്. ക്ലൈമാക്സിൽ സംഘട്ടനത്തിന്റെ പാരമ്യത്തിൽ എത്തുക എന്ന റോഡ് മൂവികളുടെ സ്ഥിരം സ്വഭാവം അണുവിട തെറ്റിക്കാതെയാണ് നവകേരള യാത്ര ഇതുവരെ സഞ്ചരിച്ചെത്തിയത്. നായകൻ പിണറായി സഖാവായതുകൊണ്ട് തന്നെ പ്രത്യേക ആക്ഷൻ രംഗങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ച പ്രേക്ഷകർ ഒട്ടും നിരാശരായില്ല. ബസ് ഒരു പ്രദർശന വസ്തുവായതോടെ സ്പീഡ് എന്ന ഹോളിവുഡ് ചിത്രത്തെ ഓർമ്മിപ്പിച്ചു യാത്രയിലെ പല രംഗങ്ങളും. നവകേരള യാത്ര അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനായിരുന്നു ഈ യാത്ര? എന്തായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശ്യം? ഈ യാത്ര കൊണ്ട് എന്ത് നേടി? ഈ യാത്ര തുടങ്ങുമ്പോഴുള്ള കേരളത്തിൽ നിന്ന് യാത്ര അവസാനിപ്പിക്കുമ്പോഴുള്ള കേരളത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായോ? വെറുമൊരു റോഡ് മൂവിയുടെ നിലവാരത്തിൽ നികുതിദായകന്റെ പണം ഉപയോഗിച്ച് നടത്തിയ ഈ നാടകം ആരെ കാണിക്കാനായിരുന്നു? ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കാനോ മണ്ഡലത്തിന്റെ വികസനങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല ഈ പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടതായിട്ടുള്ള തുക കൊടുത്തില്ല. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഞെക്കിപ്പിഴിയുന്നു. ഇതൊരു തുകിലുണർത്തുപാട്ട് പോലെ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ്? ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പരിവാരവും സന്ദർശിക്കുന്നതിനെ നമുക്ക് വാനോളം പുകഴ്ത്താം. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ഏറ്റവും ചുരുങ്ങിയത് പിരിച്ചെടുക്കാൻ പോകുന്നത് 1 കോടി രൂപയാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും. ഈ 140 കോടി രൂപയിൽ 70 കോടി രൂപ തങ്ങളുടെ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ ബസ്സിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ EWCക്ക് വേണ്ടി ചെലവഴിക്കട്ടെ. ബാക്കി 70 കോടി രൂപ കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയാൻ ഈ സർക്കാരിനായി കഴിഞ്ഞാൽ നമുക്കും ഈ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾ വെറുതെ ഇരുന്ന് 7.5 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇത്തരത്തിലൊരു ചെയ്തോ? അതാണോ ഇവിടെ നടക്കുന്നത്? പൗരന്മാരെ 2 തരത്തിലാക്കിയ ഒരു പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. പൗരമുഖ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം, പൗരമുഖ്യരല്ലാത്തവർക്ക് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞ് ജനങ്ങളെ 2 തട്ടിലാക്കി. ഈ പൗരമുഖ്യരുമായിട്ടുള്ള ചർച്ചയും അതുമാതിരിയുള്ള അവരോടുള്ള സംസാരവും മീറ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതായിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ ഈ പ്രമുഖരുമായിട്ട് സംസാരിക്കാനുമല്ല, പാവപ്പെട്ടവൻ്റെ അവിടെ നിന്ന് പരാതി സ്വീകരിക്കാനുമല്ല, ഈ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞ നാടൻ ഭാഷയിലുള്ള ഒരു ട്രോളാണ് എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്. അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ജനങ്ങൾ എതിരുകയാണ്. അങ്ങേയറ്റത്തെ എതിർപ്പാണ് ജനങ്ങൾക്ക്. ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടി കടിക്കുമെന്ന ഭയമില്ലാത്ത പോലെയാണ്. ഈ വലിയ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ചുറ്റുവട്ടത്തെ ജനങ്ങളുടെ ആക്രോശവും അവരുടെ വിഷമവും അവരുടെ വെറുപ്പും ഈ ആനപ്പുറത്തെ ഈ വലിയ ബസ്സിലിരിക്കുമ്പോൾ കാണില്ല, മനസ്സിലാവില്ല. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടി കടിക്കില്ല എന്ന ബോധമുള്ളത് കൊണ്ട്, ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ എന്ന ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളതുകൊണ്ട് സമീപത്ത് നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല മനുഷ്യന്. എനിക്ക് അത്ഭുതം തോന്നുക, ഈ മനുഷ്യന് ഈ സ്തുതി പാഠകന്മാരുടെ നടുവിലായി പോയോ ഇദ്ദേഹം? രാഷ്ട്രീയമായ വലിയ പാരമ്പര്യമുള്ള ആളല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ. സ്തുതി പാഠകന്മാർ എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദമെല്ലാം നമ്മളെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന അല്പന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ശബ്ദങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം എന്നെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു അല്പത്തരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയോ? വെറും ഒരു കെട്ടുകാഴ്ചയായി യാത്ര അവസാനിക്കുമ്പോൾ ചരിത്രത്തിൽ ഇതുപോലൊരു യാത്ര നടത്തിയ മറ്റൊരാളെ നമ്മൾ അറിയേണ്ടതുണ്ട്. ആ യാത്രാ നായകന്റെ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ. തൻ്റെ ഭരണകാലത്തെ നവീന ആശയങ്ങൾ ജനങ്ങളിൽ എത്രത്തോളം എത്തിയെന്നറിയാൻ ജർമ്മൻ ഗ്രാമങ്ങളിലൂടെ ഒരു ദിവസം നീളുന്ന ഒരു യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചു. കഥയാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. യാത്രയിലെ രസകരമായ ചില അനുഭവങ്ങൾ പിൽക്കാലത്ത് പുറത്തു വന്നിരുന്നു. അതിങ്ങനെയാണ്. നാസി പടത്തലവന് പെട്ടെന്നൊരു നാൾ തൻ്റെ വംശഹത്യാ നടപടികൾ ജനങ്ങളിൽ വിപരീത ഫലമുണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടായി. ജനങ്ങളുടെ പ്രതികരണം അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കണമെന്ന് ഹിറ്റ്ലർ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഒരു യാത്ര സംഘടിപ്പിച്ചു. നവനാസി യാത്ര എന്നായിരുന്നോ അതിൻ്റെ പേരെന്നറിയില്ല, എങ്കിലും യാത്ര ആരംഭിച്ചു. ആദ്യ നിരയിൽ കുതിരപ്പട്ടാളം, രണ്ടാം നിരയിൽ ആയുധധാരികളായ നാസി പടയാളികൾ,
പിന്നിൽ നിരവധി കാറുകളുടെ അകമ്പടിയിൽ ഹിറ്റ്ലറും. ആഡംബര ബസ് യാത്രയിൽ അകമ്പടി സേവിച്ചതിന് തെളിവൊന്നുമില്ല. ജർമ്മനിയിലെ ഒരു ഉൾഗ്രാമത്തിലെ ചെമ്മരിയാട് വളർത്തു കേന്ദ്രത്തിലായിരുന്നു ആദ്യ സന്ദർശനം. ഹിറ്റ്ലർ തൊഴിലാളികളോട് ചോദിച്ചു, നിങ്ങൾ സന്തുഷ്ടരല്ലേ? ആവശ്യത്തിന് ചെമ്മരിയാടുകളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? തൊഴുകൈകളോടെ അവർ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ സംതൃപ്തരാണ്. ഒരുപക്ഷെ താങ്കളേക്കാൾ. ഞങ്ങൾക്ക് ചെമ്മരിയാടുകളെ മാത്രമല്ല ഒട്ടകപക്ഷികളെയും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ ഇനിയൊന്നും ആവശ്യമില്ല. താങ്കൾ കുറെ യഹൂദന്മാരെ കൂടി ഒഴിവാക്കി തന്നാൽ കൂടുതൽ സന്തോഷം. ഹർഷപുളകിതനായി ഹിറ്റ്ലർ വീണ്ടും മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്ര നടത്തി. കൃഷിക്കാരോട് ഹിറ്റ്ലർ ചോദിച്ചു, നിങ്ങളുടെ മുന്തിരി കൃഷി എങ്ങനെ പോകുന്നു? കൃഷിക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നന്നായി പോകുന്നു. മുമ്പത്തേക്കാൾ വരുമാനം ഞങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. താങ്കളുടെ ഭരണകാലത്താണ് ഞങ്ങൾ സ്വാതന്ത്ര്യവും സന്തോഷവും എന്താണെന്ന് അറിയുന്നത്. ആനന്ദതുല്യതനായ ഹിറ്റ്ലർ വീണ്ടും 1-2 സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. നാട്ടിലെങ്ങും ഹിറ്റ്ലർ എന്ന വീരനായകന്റെ അപദാനം ഏറ്റുപാടുന്നവരെ മാത്രമേ ഹിറ്റ്ലർക്ക് കാണാനായുള്ളൂ. തന്റെ പ്രജകൾ സന്തുഷ്ടരാണെന്നും ഇനി ലോക ചരിത്രത്തിൽ ഹിറ്റ്ലർ മാത്രമേ ഉണ്ടാകൂ എന്നുമുള്ള ദൃഢവിശ്വാസവുമായാണ് നാസി നേതാവ് തന്റെ വസതിയിൽ തിരിച്ചെത്തിയത്. എങ്കിലും ബുദ്ധിമാനായ ഹിറ്റ്ലറെ എന്തോ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. പ്രജകളുടെ പ്രതികരണങ്ങൾ എത്രത്തോളം സത്യസന്ധമാണെന്നറിയാൻ അദ്ദേഹത്തിൽ ഒരാഗ്രഹം ഉളച്ചു. ഒടുവിൽ ഹിറ്റ്ലർ തീരുമാനിച്ചു, വേഷപ്രച്ഛന്നനായി ഇതേ ആൾക്കാരുടെ അടുത്ത് ചെല്ലുക. അപ്പോൾ യഥാർത്ഥ പ്രതികരണം തനിക്ക് സത്യസന്ധമായി ലഭിക്കും. എന്നാൽ അത്തരമൊരു നീക്കത്തിന് സാങ്കേതികമായി ചില തടസ്സങ്ങളുണ്ടായിരുന്നു. തന്റെ കൊട്ടാരത്തിൽ നിന്ന് വേഷം മാറി പുറത്തു കടന്ന് ഗ്രാമങ്ങളിൽ പോയി തിരിച്ചെത്തുക എന്നത് അസാധ്യമായിരുന്നു. അതിന് അദ്ദേഹം മറ്റൊരു വഴി കണ്ടെത്തി. ഒരു ദിവസം രാത്രി ബെർലിനിലെ ഒരു സിനിമാ തിയേറ്ററിലേക്ക് സാധാരണക്കാരന്റെ വേഷത്തിൽ ഹിറ്റ്ലർ എത്തി. സുരക്ഷാ ഭടന്മാരില്ലാതെ, ഔദ്യോഗിക വാഹനമില്ലാതെ വെറും സാധാരണ പൗരനായി ഹിറ്റ്ലർ തിയേറ്ററിൽ പ്രവേശിച്ചു. പ്രദർശനം ആരംഭിക്കുന്നതിന് മുമ്പ് ഹിറ്റ്ലറുടെ ചിത്രം പ്രദർശിപ്പിക്കുക എന്നൊരു പതിവ് അന്നുണ്ടായിരുന്നു. ആ സമയത്ത് പ്രേക്ഷകരുടെ പ്രതികരണം എന്തെന്നറിയുക, അതായിരുന്നു ഹിറ്റ്ലറുടെ ആവശ്യം. ഹിറ്റ്ലറുടെ ചിത്രം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതോടെ കാണികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ആ മനോഹരമായ കാഴ്ച കണ്ട് സംതൃപ്തി അടക്കാനാവാതെ ഹിറ്റ്ലർ കസേരയിൽ തന്നെ ഇരുന്നു പോയി. അപ്പോൾ മുദ്രാവാക്യം മുഴക്കി നിന്നിരുന്ന പ്രേക്ഷകരിൽ നിന്ന് ഒരാൾ നടന്നു വന്ന് ഹിറ്റ്ലറോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കൂ സഹോദര, ആ വൃത്തികെട്ടവൻ അറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. ഹിറ്റ്ലർ എന്താണെന്ന് ഹിറ്റ്ലർ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് സ്വയം തിരിച്ചറിയുക എന്ന കഴിവാണ്. ആ കഴിവ് നഷ്ടപ്പെടുന്നതോടെ അപദാനങ്ങളുടെ ദീപപ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമായി അവർ സ്വയം തെറ്റിദ്ധരിക്കപ്പെടും. അടിമകളുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് താൻ എന്ന സത്യം അവർ ഒരിക്കലും തിരിച്ചറിയില്ല. താൻ ഒരു കളിമൺ പ്രതിമ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ പഴയ രാജഭരണകാലത്തെ ശേഷിപ്പുകൾ വീണ്ടും എത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയ സഖാക്കളുടെ അവസ്ഥയാണ് ഏറ്റവും ദയനീയം. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആർജവമുണ്ടായ ഒരു ഗവർണറുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചില നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. ഈ ജാഥ സമ്പൂർണമായ പരാജയത്തിലേക്ക് നീങ്ങുന്നുവെന്ന് അതിൻ്റെ ഉദ്ഘാടന സന്ദർഭം തൊട്ട് തന്നെ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ബോധ്യമായതാണ്. ഗവർണർ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന സംഭവത്തിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞത് സത്യത്തിൽ ഗവർണർ കാണിച്ചിരിക്കുന്ന ഒരു നമ്മൾ പടുഭാഷ ഒരു സാമാന്യ രീതിയിൽ പറഞ്ഞ ഒരു നാട്ടുമര്യാദയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗവർണർ പരിഗണിച്ചത് എന്നാണ്. ഈ മര്യാദയുടെ സ്ഥാനത്താണ് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്ക് മാത്രം ആവശ്യമുള്ളതുമായിരിക്കുന്ന സംഭവങ്ങൾ മറ്റാരോടുമില്ലാതെ സ്വകാര്യമായി പോയി നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സംഗതികൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയയാണ്. ഈ ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയുടെ ആഴമെന്താണെന്ന് സത്യത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നവർ തന്നെയാണ് ഗവർണർ കണ്ണൂർക്കാരെ മുഴുവൻ തന്നെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് വന്നിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം ഉണ്ടായത്. സത്യത്തിൽ ഗവർണർ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഞാനിത് ഒന്നുകൂടെ നിങ്ങളുടെ അറിവിലേക്കും ശ്രദ്ധക്കുമായി ഞാൻ ഒന്നുകൂടി വായിക്കാം. ഗവർണർ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ പറഞ്ഞാൽ, കണ്ണൂർ ഹാസ് ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിംഗ് ഈച്ച് അതർ എന്നാണ്. ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ്
ഈ ബ്ലഡി ഹിസ്റ്ററി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുസ്തകം ഞാൻ കാണിച്ചു തരാം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സമുന്നതനായ CPM നേതാവ് പാട്യം ഗോപാലേട്ടന്റെ മകൻ ഉല്ലേഖ് NP ഉല്ലേഖ് എഴുതിയിരിക്കുന്ന വർക്കാണ്. ആ വർക്കിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇൻസൈഡ് ഇന്ത്യാസ് ബ്ലഡിയസ്റ്റ് റിവഞ്ച് പൊളിറ്റിക്സ് എന്നാണ്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജ്, ഫസ്റ്റ് ചാപ്റ്റർ ആരംഭിക്കുന്നത് ഇവിടുന്നാണെന്ന് അറിയോ? 1969 തലശ്ശേരി നടന്നിരിക്കുന്ന ആദ്യത്തെ കൊലപാതകത്തിലാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ പുസ്തകം മറ്റാരും എഴുതിയതല്ല, ഒരു വിരോധിയും എഴുതിയതല്ല ഈ പുസ്തകം. നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്താണെന്ന്, ഈ ഒരു ബ്ലഡി എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലും അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന വിദ്യാഭ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും ഉണ്ടായിത്തീരുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയോ? എഡ്യൂക്കേഷൻ മേഖല തകരുന്നു എന്ന് മാത്രമല്ല, മറിച്ച് സാംസ്കാരികമായി വരാവുന്ന ഒരു വലിയ അപജയം അതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ്. ഈ വരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ബാക്കിയുള്ള മന്ത്രിമാർ മുഴുവൻ തന്നെ ഈ ബസ്സിന്റെ അകത്താണല്ലോ യാത്ര ചെയ്തത്. ആ ബസ്സിന്റെ അകത്ത് യാത്ര തന്നെ ഏതെങ്കിലും ഒരു മന്ത്രി അയാൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇവിടെ വരുന്നത് എന്താണ്? ശരിക്ക് പഴയ അടിയന്തരാവസ്ഥ കാലത്ത് നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഉന്നയിച്ചിരിക്കുന്ന ഒരു വിമർശനമായിരുന്നല്ലോ അത്. ഈ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ വിമർശനത്തിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ മന്ത്രിസഭാ അംഗങ്ങൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരുടെ സഞ്ചരിക്കുന്ന ഈ പിന്നെ ഭാരത് ബെൻസ് വണ്ടിക്കകത്ത് എടുത്ത് ഒരക്ഷരം ശ്വസിക്കണമെങ്കിൽ പോലും മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മാത്രമേ ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കുള്ള എന്താ പറയാ തനി പാവകളായി യാത്ര ചെയ്യുന്ന ഒരു സംഘമായി തീരുമ്പോൾ അതിലെന്ത് ഡെമോക്രസിയാണുള്ളത്? കേരളത്തിലെ 4 കോടി ജനത സത്യത്തിൽ ഇന്ന് കേരളത്തിന്റെ നായകനായി കാണുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നാമധേയത്തിൽ കാരണഭൂതൻ കേരളത്തിൽ നിന്ന് വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവവായു പോലെ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷയായി ഈ കേരളത്തിൽ ഒരു നായകനുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇവര് സത്യത്തിൽ ഇപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആവിയായി പോയ സാഹചര്യത്തിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SFIയും ഒക്കെ ഇപ്പം അദ്ദേഹത്തിനെ തെറി വിളിച്ചുകൊണ്ട്, അങ്ങനെയാണല്ലോ നമുക്ക് സമനില തെറ്റുമ്പോഴാണ് നമ്മൾ പൊതുവെ ആളുകളെ തെറി വിളിക്കുക, അസഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ SFIയും ഇടതുപക്ഷത്തിനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ സമനില തെറ്റിയിരിക്കുകയാണ്. അവരുടെ സമനില തെറ്റാൻ കാരണം ജനാധിപത്യ മൂല്യങ്ങളെ പിടിച്ചുയർത്തിക്കൊണ്ട് ഭരണഘടനാ പദവിയുടെ അന്തസ്സ് ഉയർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യവും ഇടതുപക്ഷ രാവണ കോട്ടകളും ഈ കേരളത്തിൽ ഞാൻ അനുവദിക്കില്ല എന്ന് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു, കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ വലിയൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു കേരള ഗവർണർ എന്ന്. ആരാണ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയത്? ഗവർണറുടെ സുരക്ഷ നടപ്പിലാക്കേണ്ട, ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആസൂത്രിതമായി SFIയുടെ വേട്ടപ്പട്ടി സംഘത്തിന് ഗവർണർ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു തെരുവിൽ. ആ തെരുവിൽ എറിഞ്ഞു കൊടുത്ത നിമിഷം മുതലാണ് കേരളത്തിൽ ഒരു ജനനായകൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. അയാളുടെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മൾ കണ്ടു, ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഓടാനുള്ള ശേഷി ഇവിടുത്തെ SFIക്കും ഇടതുപക്ഷത്തിനും ഉള്ളൂ. ഗവർണർ ഈ ആൾക്കാരെ വിളിക്കുന്നത് ക്രിമിനൽ എന്നാണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ ക്രിമിനൽ എന്ന് വിളിക്കുക. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ക്രിമിനൽ എന്ന് ഗവർണർ കുറച്ച് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് എന്തോ വലിയ മഹാപാതകമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പോലീസ്, അദ്ദേഹം പോലീസ് മന്ത്രി കൂടിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ പേരിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്താണ്? ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ചാർജുകളാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. അത് തന്നെയുമല്ല, അത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തുന്ന സമയത്തുണ്ടായിരുന്ന അവരുടെ പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഇത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈമാണ്, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ക്രൈമാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല. അതിൽ LLB പരീക്ഷ എന്തോ അടുത്ത ദിവസമുള്ള ഒരാൾക്ക് മാത്രം ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു, മറ്റുള്ള ആൾക്കാർക്ക് ജാമ്യം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ മിഖായിൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. 2 ബ്ലഡി കണ്ണൂർ എന്ന പരാമർശം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഹാസ് എ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിംഗ് ഈച്ച് അതർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകൾ ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുരുങ്ങിയത് 2 സിനിമകളെങ്കിലും ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവിടെ കവിതകൾ, സാഹിത്യ സൃഷ്ടികൾ ഒക്കെ തന്നെ കണ്ണൂരുമായി മാത്രം ബന്ധപ്പെട്ട് അവിടുത്തെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ബ്ലഡി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ബ്ലഡി ആകും എന്നർത്ഥമില്ല. ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഒരു പ്രദേശത്തെ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ബ്ലഡി കണ്ണൂരിൽ നിന്നാണ് പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള AKG വന്നിരിക്കുന്നത്. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും മുഖ്യമന്ത്രിമാരായിട്ടുള്ള EK നായനാരും K കരുണാകരനും വന്നിരിക്കുന്നത് ബ്ലഡി കണ്ണൂരിൽ നിന്നാണ്. അവർ ബ്ലഡി കണ്ണൂരിന്റെ സന്തതികളാണ്. സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഇതുപോലെ പൊട്ടിന് പീര പോലെ ഇട്ടുകൊടുക്കുന്നു, അതാ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലഡി കേരള എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ വാക്കുകളുടെ അർത്ഥം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ ഒരു പ്രദേശത്തെ ആകെ ആൾക്കാർ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു രീതി കാണുന്നുണ്ട്. ഗവർണറുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വാസ്തവത്തിൽ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിക്കുന്നത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രോട്ടോകോൾ അനുസരിച്ച് 3ാമത്തെ സ്ഥാനമാണ് ഒരു ഗവർണർക്ക് ഉള്ളത്, അത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അത്രയും വലിയ പ്രോട്ടോകോൾ ഉള്ള, അത്രമാത്രം കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തിയാണ് ഗവർണർ. അതിന് പ്രത്യേകമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ഒരു ഗവർണർ യാത്ര ചെയ്യുന്ന യാത്രാ മാർഗം 2ഓ 3ഓ മാർഗങ്ങൾ ഒരേ സമയം തന്നെ പോലീസ് കണ്ടെത്തി അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ എപ്പോഴും സഞ്ചരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ കൊണ്ടുപോവേണ്ട ചുമതല പോലീസിനാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് അത്രമാത്രം അതീവ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മാർഗം കൃത്യമായി പ്രതിയോഗികൾക്ക്, എതിരാളികൾക്ക്, അക്രമികൾക്ക് മനസ്സിലാകുന്ന വിധം അവരുടെ കൈകളിൽ എത്തിയെങ്കിൽ അതിന്റെ അർത്ഥം സുരക്ഷാ ചുമതലയുള്ള പോലീസ് തന്നെ അത് ചോർത്തിക്കൊടുത്തു എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സംഭവം നടന്നത് അങ്ങനെ തന്നെയാണ്. 1 തവണ, 2 തവണ, 3ാമത്തെ തവണയും ആവർത്തിച്ചപ്പോഴാണ് ഗവർണർ നേരിട്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവർണർ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവ് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വന്നത്. അപ്പോൾ ഇത് അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്രം കണക്കിലെടുക്കുകയും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. അതായത് ഒരു സംസ്ഥാനത്ത് ഗവർണറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് മുകളിൽ അധികാരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം മുഖ്യമന്ത്രിയെ ഇല്ലാതായാൽ ആ സംസ്ഥാനം ഭരിക്കേണ്ടത് ഗവർണറാണ്. മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തന്നെ ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്ത് അതിന് ശുപാർശ കൊടുക്കേണ്ടതും ഗവർണറാണ്. ഇതൊക്കെ നമുക്കറിയാം. അത്രമാത്രം അതീവ ഗൗരവമുള്ള സുരക്ഷാ ചുമതല അടക്കമുള്ള ആ ഗവർണറുടെ ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ ആസൂത്രിതമായ രീതിയിൽ അത് ചോർത്തിക്കൊടുത്ത് അക്രമത്തിന് വിധേയമാക്കുന്ന തരത്തിൽ സംസ്ഥാന ഭരണകൂടം പ്രവർത്തിച്ചു. മുഖ്യമന്ത്രിയെ പോലെ ഒരാള് ഈ കാര്യത്തിൽ SFI പോലുള്ള ഈ സംഘടനയെ, ഈ കുട്ടിക്കൊരന്മാരെ ചുടിചോറ് വാരിച്ച് അവര് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കരുത്. ഇവിടെ ഗവർണർ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം എന്താ? ഈ കാര്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പോ ഗവർണർക്കെതിരെ നിങ്ങൾക്ക് കരിങ്കൊടി ഉയർത്തണം, കരിങ്കൊടി കാണിക്കണം. പക്ഷെ ഗവർണർ അവിടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തെന്നിപ്പാലത്തുള്ളപ്പോ അവിടെ ഞങ്ങൾ ഒരു ആക്രമണ സമരവുമായിട്ട് ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും ഒരു ഭരണഘടനാ സ്ഥാപനത്തോട്, അതെന്നാൽ ഗവർണർ എന്നുള്ള പദവിയല്ല, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പോലും ഞങ്ങൾ അങ്ങ് വെല്ലുവിളിക്കുന്നു എന്നുള്ള നിലയിലാണ്. അങ്ങനെ വെല്ലുവിളിക്കാൻ തക്ക ഒരു കാരണവും അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ ആധാരമായിട്ടുള്ള ഒരു കാര്യവും ഇപ്പൊ കേരളത്തിലില്ല. അതുകൊണ്ട് SFI-കാരൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ഈ വൃത്തികെട്ട സമരത്തിൽ നിന്ന് SFI-കാരൻ പിന്മാറണം. കേരളത്തിൽ 4 കോടി ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടതുപക്ഷവും DYFI-യും SFI-യും ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടക്കുന്ന സമരം അവരുടെ വാട്ടർലൂ ആണ്. ഒരു സംശയം വേണ്ട, കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെടാൻ പോകുന്നത്. ജനാധിപത്യ മര്യാദ മാനിക്കാതെ ഗവർണർക്കെതിരെയും ശബ്ദമുയർന്നു. ഗവർണർ പദവിയെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നു. കള്ളത്തരത്തിൽ കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചിട്ട് ആ കള്ളത്തരം ഇന്ന് വരെ പബ്ലിക്കിനടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ.
അത് പറയാതിരിക്കുന്നിടത്ത് വെച്ചാണ് ഈ സർക്കാർ എന്തായിത്തീരുന്നത്, ഈ യാത്രയും എന്തായിത്തീരുന്നത്. ജനങ്ങളോട് കളവ് പറയുന്ന സർക്കാരാണ്. ഒറ്റ കാര്യം ഞാൻ പറയാണ്, ചോദ്യങ്ങൾ ആവർത്തിക്കും. ഒരൊറ്റ ചോദ്യത്തിനും ഈ മുന്നണിക്കും ഈ പാർട്ടിക്കും ഈ ഗവൺമെന്റിനും മറുപടി പറയുക സാധ്യമല്ലാതായി തീരും. അങ്ങനെ പാർട്ടിയും ഗവൺമെന്റും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിന്റെ ഉദാഹരണമാണ് ഗവർണർക്ക് ആട് കിട്ടിയ സ്വീകരണമെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും കാണിക്കാനുള്ള ഒരു വിവേകം ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റ് അബോധാവസ്ഥയിൽ ആണെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ദാവൂദിന്റെ എല്ലാ വാർത്തകളിലും എന്ന പോലെ സ്ഥിരീകരണമില്ലാത്ത ഒരു വാർത്തയായി അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എങ്കിലും ആ വാർത്ത സത്യമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വേറൊന്നും കൊണ്ടല്ല, താൻ വ്യാപരിച്ചിരുന്ന മേഖലകളിൽ തന്നേക്കാൾ സാമർഥ്യമുള്ള പുതുതലമുറ എത്തുമ്പോൾ അരങ്ങൊഴിഞ്ഞു കൊടുക്കുക എന്ന മാന്യത അദ്ദേഹം കാണിച്ചു എന്നാണ് കരുതേണ്ടത്. ഏത് അധോലോക നായകനെയും അതിശയിപ്പിക്കുന്ന നിലയിൽ വളർന്ന് പുതുമുഖങ്ങൾ എത്തുമ്പോൾ വഴിമാറി കൊടുക്കേണ്ടത് ഒരു കടമയായി ദാവൂദ് കരുതി കാണണം. അധോലോക നായകനായി ജീവിച്ചതുകൊണ്ട് തന്നെ സമർത്ഥരായ അധോലോക നായകരെ വളരെ വേഗം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കിരീടവും ചെങ്കോലും പുതുതലമുറയ്ക്ക് കൈമാറി അരങ്ങൊഴിയാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഈ ആത്മഹത്യാശ്രമം. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇത്രയും സമർത്ഥരായ അധോലോക നായകരുടെ ഉത്ഭവം ഭൂമിയുടെ ഏത് പ്രദേശത്തു നിന്നായിരിക്കും? അവരുടെ പരിശീലന കേന്ദ്രം എവിടെയായിരിക്കും? ആരായിരിക്കും പരിശീലകൻ? എന്തായാലും അധോലോക വാസനകൾ ഐച്ഛിക വിഷയമായി പഠിപ്പിച്ചെടുക്കുന്ന പാഠശാലകൾ ഏതോ ഒരു നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരനിരകളാടും ആ ഹരിത ചാരുഭൂമി എവിടെയാണെന്ന് കൃത്യമായി ആരും കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിലും അധോലോക കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ. ഈ പറഞ്ഞ നിരീക്ഷണത്തിന് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായോ സാദൃശ്യം തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശ്ചികം എന്ന് പറയാനേ കഴിയൂ. അല്ലെങ്കിലും ഒരു യാദൃശ്ചികത തന്നെയാണല്ലോ നമ്മുടെ ജീവിതവും. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്തേ.